നമ്മുടെ കൂടെ നിന്ന് നമ്മളെ കട്ടക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സും ഉണ്ട്, പിന്നിൽ നിന്ന് കുത്തുന്ന കുറേ ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ ഇന്നെന്തായാലും നമുക്ക് ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയിട്ടൊന്ന് സംസാരിക്കാം. എൻ്റെ അനുഭവത്തിൽ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് കുറേയൊന്നും ഫ്രണ്ട്സ് ഇല്ല, കുറച്ച് ഫ്രണ്ട്സ് ഉള്ളൂ. പക്ഷെ അവർ ഉള്ള ആൾക്കാരൊക്കെ കുറേയൊക്കെ ട്രൂ ആണ്. പക്ഷെ എല്ലാവരും ട്രൂ ആണെന്നല്ല കേട്ടോ പറഞ്ഞത്, അതിൽ 1-2 നല്ല പണി തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ പിന്നീന്ന് കുത്തുന്ന ഫ്രണ്ട്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്മളായിട്ട് നല്ല പോലെ നിൽക്കും, നല്ല ഫ്രണ്ട്ലി ആയിട്ടൊക്കെ നിൽക്കും, നല്ല കമ്പനി അടിക്കും, നല്ല കൂടെ നിൽക്കുമ്പോൾ നന്നായിട്ട് നമ്മളെ മയക്കെടുക്കാനുള്ള കഴിവുണ്ടാവും അവർക്ക്. പക്ഷേ നമ്മളില്ലാത്ത ടൈമിലോ നമ്മളില്ലാത്ത സമയത്ത് വേറെയുള്ള ഫ്രണ്ട്സിനോട് കുത്തിത്തിരിപ്പുണ്ടാക്കി നമ്മളെ പറ്റി പറഞ്ഞു കൊടുക്കലാണ് ഇവരുടെ മെയിൻ പരിപാടി. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ തിരിച്ചറിയൽ അത്യാവശ്യമാണ് നമുക്ക്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഇവരെ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ പണി ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഓരോ പണി ഇങ്ങനെ വാങ്ങിക്കൂട്ടുന്നതിൽ നല്ലത് ഇവരെ തിരിച്ചറിഞ്ഞിട്ട് ഇവരെ കണ്ട് ഒഴിവാക്കി നിർത്തുന്നതല്ലേ. അപ്പോൾ ഇതുപോലുള്ള ഫ്രണ്ട്സിനെ തിരിച്ചറിയാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ നല്ല ഹാപ്പി ആയിരിക്കുന്ന സമയത്ത് ആ ഫ്രണ്ട് നമ്മുടെ കൂടെ ഉണ്ടോയെന്ന് നന്നായിട്ട് ചെക്ക് ചെയ്യുക. അതെങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു നല്ല ജോലി കിട്ടി, അല്ലെങ്കിൽ അതുപോലെ നമ്മൾ ഹാപ്പി ആവുന്ന എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ നേടിയെടുത്തു, അപ്പോൾ അവർ നമ്മുടെ കൂടെ ഉണ്ടോ, അവർ അതേപോലെ ഹാപ്പി ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ നമുക്കൊരു സങ്കടം വന്നാൽ നമ്മൾ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അവരെ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ അവർ നമ്മളെ ആശ്വസിപ്പിക്കാനെങ്കിലും നോക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട്സിനെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കണം. എല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചീറ്റ് ചെയ്യപ്പെടുക എന്നൊക്കെ പറയില്ലേ, നമ്മൾ ചതിക്കപ്പെടുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3-4 ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു ഫ്രണ്ട്സ് മോശമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് നമ്മൾ സങ്കടപ്പെടേണ്ടി വരും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും വലിയ വാല്യൂ കൊടുക്കുന്ന ഒരു പറ്റ ആൾക്കാരാണ് ഈ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ കൂടെ നിന്ന് ചതിക്കുന്നവരെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നല്ല പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കൊക്കെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ചിലർക്ക് നല്ല കട്ടക്ക് നിൽക്കുന്ന ഫ്രണ്ട്സും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ട്രൂ ആയിട്ടുള്ള ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നമുക്കൊരു സന്തോഷം വരുമ്പോൾ അവർക്ക് കിട്ടിയ സന്തോഷം പോലെ തന്നെ അവർ ഹാപ്പി ആയിരിക്കും. അതായത് നമുക്കൊരു ജോലി കിട്ടി നമ്മൾ ഹാപ്പി ആകുമ്പോൾ അവർക്ക് ആ ജോലി കിട്ടിയ അതേ സന്തോഷം പോലെ അവർ നമ്മുടെ കൂടെ ഉണ്ടാവും സന്തോഷിക്കാൻ. പിന്നെ നമ്മൾ സങ്കടപ്പെടുന്ന സമയത്ത് അതേപോലെ അവർക്ക് അതേ അനുഭവമുള്ള പോലെ അവർ നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മളെ ആശ്വസിപ്പിക്കും. പോട്ടെ സാരമില്ല, അങ്ങനെയുള്ള കുറേ ആശ്വാസവാക്കുകളൊക്കെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ ഹാപ്പി ആയിട്ട് വിളിച്ചാലും സാഡായിട്ട് വിളിച്ചാലും അവരെപ്പോഴും നമ്മുടെ കോൾ അറ്റൻഡ് ചെയ്യും, നമുക്ക് വേണ്ടി ടൈം കണ്ടെത്തും. നല്ല അത്യാവശ്യമായിട്ട് നമുക്ക് എന്തെങ്കിലും ക്യാഷിന് ആവശ്യമൊക്കെ ഉള്ള സമയത്ത് അവരുടെ കയ്യിലില്ലെങ്കിലും എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്ത് തരും. ഇനിയിപ്പോൾ ക്യാഷ് കൊണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നോക്കും. അങ്ങനെയൊക്കെയുള്ള ഫ്രണ്ട്സാണ് യഥാർത്ഥ ഫ്രണ്ട്സ്. അപ്പോൾ ഇവരൊക്കെ നമുക്ക് നന്നായിട്ട് വിശ്വസിക്കാൻ പറ്റും, കൂടെ നിർത്താനും പറ്റും. അപ്പോൾ എല്ലാവരും നമ്മളെ ചീറ്റ് ചെയ്യുന്ന ഫ്രണ്ട്സിനെ തിരിച്ചറിഞ്ഞിട്ട് നല്ല ട്രൂ ആയിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ കൂട്ടുകൂടാൻ നോക്കുക. അപ്പോൾ നമുക്കൊക്കെ നല്ല നല്ല ഫ്രണ്ട്സിനെ ഇനിയും കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും വരുന്നതായിരിക്കും.